ഇന്നത്തെ ആദ്യ യാത്ര നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലെ മലയോര മേഖലയിലേക്കാണ്. കയറിയാൽ പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒത്തിരി സ്പോട്ടുകളുണ്ട് അവിടെ. അതിലൊന്നാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം. കണ്ണിൽ പച്ചപ്പ് നിറയ്ക്കുന്ന വാളാംതോട് വഴി നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വിപിൻ സി വിജയൻ്റെയും മലപ്പുറം ടീമിൻ്റെയും കൂടെ നിലമ്പൂർ വരെ ഒന്ന് പോയി വരാം. ചെറിയ തണുപ്പൊക്കെയുള്ള ഈ നല്ല പ്രഭാതത്തിൽ ഒരടിപൊളി സ്ഥലത്തേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത്. കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? വാളാന്തോടിൻ്റെ പ്രകൃതി ഭംഗിയോ? ആ സ്ഥലങ്ങളൊക്കെ കാണാം. നമ്മളിതാ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സ്ഥലം കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്വന്തം നിലമ്പൂരിൻ്റെ കനോലി പ്ലോട്ടാണ്. ഇതിലൂടെയാണ് നമ്മുടെ യാത്ര. രണ്ട് ഭാഗത്തേക്കും മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. മൂലേപ്പാടത്തെ ഈ പാലത്തിന് അപ്പുറം മുതലാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന രീതിയിൽ ആരംഭിക്കുന്നത്. ഈ 2012 ഈ പാലം വന്നതിന് ശേഷം നായാടിപ്പൊയിലെയും വാളാന്തോടിലെയൊക്കെ പ്രകൃതി സൗന്ദര്യം കാണാൻ കൂടുതൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ഇപ്പോൾ ഈ പാലത്തിന് താഴെ ഒരു നല്ലൊരു പുഴയുണ്ട്, അതൊന്ന് കാണാം. വാളാന്തോടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചുരമൊക്കെ ഉണ്ട്, ഒരു തണുപ്പുണ്ട്. ഇത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തോളമാണ് ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ്, പ്രധാന ജല ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കോഴിപ്പാറ. എന്തൊരു തണുപ്പാണെന്നറിയോ? ഐസ് വാട്ടറിലൊക്കെ കാല് വെച്ച അതേപോലെ. അപ്പോൾ ഇത് 12000 വനമേഖലയാണ്. അവിടെ നിന്ന് കുറുവമ്പുഴ ഇങ്ങനെ ഉത്ഭവിച്ചു വരുന്നു. ശേഷം ഈ കോഴിപ്പാറ വെള്ളച്ചാട്ടം ആവുന്നു, പിന്നീട് ചാലിയാറിൽ പോയി ചേരുന്നു. അപ്പോൾ ഇവിടെ നല്ല കർശന നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ മേൽനോട്ടത്തിനൊക്കെ ആളുണ്ട്. അതുകൊണ്ട് അപകടമില്ലാത്തൊരു സ്ഥലം എന്ന് തന്നെ പറയാം. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ അത് പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഇവിടുത്തെ വാച്ചറും ഗൈഡും ഒക്കെയാണ് പ്രതിഭേട്ടൻ. പ്രതിഭേട്ടൻ ഇപ്പോഴത്തെ ഒരു തിരക്ക് എങ്ങനെയുണ്ട്? ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്.
ഇപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഇന്ന് തിരക്കുണ്ടാക്കും, ആൾക്കാർ വരാൻ ആയി തുടങ്ങുന്നുള്ളൂ. ഒരു 10 മണി 11 മണിക്ക് ശേഷം ആൾക്കാരുണ്ടാവും. ഡിസംബർ മാസം തൊട്ടാണ് ഇവിടെ കുളിക്കാൻ വെള്ളത്തിൽ ഇറക്കാൻ അനുവദിക്കുന്നത്. മഴയുടെ അനുസരിച്ച് സ്റ്റെപ്പായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അന്നേരം ഇവിടെ വന്ന അപകടങ്ങളില്ല. എല്ലാവർക്കും നീന്തൽ അറിയുന്ന ആർക്കും വെള്ളത്തിലിറങ്ങി കുളിക്കാം. വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ വന്ന് അങ്ങനെ ഒരു ഇത് പറ്റില്ല അല്ലേ? അത് വിചാരിച്ച് വന്നിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ഉണ്ട്, അങ്ങോട്ട് ഞങ്ങൾ ഇറക്കത്തില്ല. ആ റിബൺ കെട്ടിയിട്ടുണ്ട്. ആ റിബണിന്റെ അപ്പുറത്തേക്കും ഇറക്കൂല. ഇവിടുന്ന് മുകളിലേക്ക് എവിടെ ഇറങ്ങാം. പിന്നെ നീന്തൽ അറിയുന്നവർ പ്രത്യേകിച്ച് ഇറങ്ങാവുള്ളൂ. വെള്ളത്തിന് നല്ല തണുപ്പാണ്, മസിൽ കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സുരക്ഷിതമായി കുളിക്കാം. സുരക്ഷിതമായിട്ട് കുളിക്കാം, അപകടങ്ങളില്ല. ആദ്യമായിട്ടാണോ? ഞങ്ങൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഇതിൻ്റെ ഏകദേശം അടുത്തുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്തിനെ പറ്റി നമ്മൾ ഇപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് വലിയൊരു വൈബാണ്. സ്ഥലം പറ്റി നല്ലൊരു സ്ഥലമാണ്, ഒന്ന് കാണേണ്ടതാണ്. കാരണം വളരെ ശാന്തമായി ഒഴുകണ ഒരു അരുവി, ഈ പാറയിലൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ്. കുറേ നേരം ഇവിടെ ഇരുന്ന്, കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ നേരം പോകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടും ഇവിടുന്ന് പോകാൻ തോന്നാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുളിക്കും ചെയ്യുക, കുളിച്ചിട്ടൊന്ന് ഈ ചൂട് ഈ പാറമ കയറി കഴിയുമ്പോൾ നല്ലൊരു സുഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എത്ര തരം സസ്യജന്തു ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായിരിക്കും ഇവിടം. കാഴ്ചയുടെ നിറവിരുന്നൊരുക്കി കോഴിപ്പാറ വിളിക്കുകയാണ്. ശാന്തമായി കുറച്ചു നേരം ചിലവഴിക്കണമെന്നുണ്ടോ? വരൂ. കോഴിപ്പാറയിലേക്ക് നിരവധി സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നിങ്ങൾക്കും യാത്ര പോകാവുന്നതേ ഉള്ളൂ. ഒരു അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു ഞായറാഴ്ചയൊക്കെ കുടുംബത്തോടൊപ്പം അവിടേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. മനോഹരമായ സ്ഥലമാണ് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാവും. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്, ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും. അതൊക്കെ ആ സ്ഥലമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന